ഹായ് എവരിവൺ, വെൽക്കം ടു ഗ്ലോബച്ചർ. അപ്പൊ ഇന്നത്തേത് ഒരു മിനി ഹോൾ വീഡിയോ ആണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ഡിയോഡാപ്പ്. അപ്പൊ ഡിയോഡാപ്പ് എന്നുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഡിയോഡാപ്പ് ട്രെൻഡിങ് ആവാനുള്ള കാരണം അതിലെ പ്രൊഡക്ട്സിന്റെ പ്രൈസ് ആണ്. അതായത് വളരെ ഇപ്പൊ നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും പ്രൈസ് കുറവിന് പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നത് മീഷോയിലാണ്. പക്ഷെ മീഷോയെക്കാളും ഒരുപാട് പ്രൈസ് കുറവിലാണ് ഡിയോഡാപ്പിൽ പ്രൊഡക്ട്സ് കിട്ടുന്നത്. സോ അതിന്റെ ആ ഒരു പ്രൈസ് തന്നെയാണ് ഡിയോഡാപ്പ് ഇത്ര വൈറൽ ആവാനുള്ള കാരണം. സോ അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ആപ്പ് വൈറലായപ്പോ എങ്ങനെയാണ് ഇതില് പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തോ. ഇപ്പൊ ഡിയോഡാപ്പില് അവര് പറയുന്നത് നമുക്ക് റിട്ടേൺ അയക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് എത്തി പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഡിയോഡാപ്പില്. അപ്പൊ നമ്മുടെ പൈസ പോവാം. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടൂലേ, അല്ലെങ്കിൽ ഇപ്പൊ ചുമ്മാ പ്രൊമോഷൻ മാത്രമാണോ, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിയോഡാപ്പിന്ന് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചത്. അപ്പൊ അത് മേടിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഡിയോഡാപ്പില് റിട്ടേൺ ഇല്ല, അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊഡക്റ്റ് എത്തുള്ളൂ. എനിക്കൊരു 7 to 10 ഡേയ്സിന്റെ എടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. 7 to 10 ഡേയ്സ് എടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അധികം ഡിലേ ആക്കാണ്ട് ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇതിലുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ക്ലൗഡ് കട്ടർ ആണ്. ഈ ഒരു മിനി ക്ലൗഡ് കട്ടറിന് 16 രൂപയാണ് ഞാൻ പേ ചെയ്തിട്ടുള്ളത്. ഈ റൗണ്ടിലുള്ള ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ ആ ഒരു ബ്ലേഡ് വരും. ഞാനിത് വെച്ചിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലൗഡ് കട്ടർ ആണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചാണ്. പിന്നെ 16 രൂപയെ ഇതിനായിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്കാൽപ്പ് മസാജർ ആണ്. ഇതിന്റെ പ്രൈസ് 23 രൂപയാണ് വന്നിട്ടുള്ളത്. 23 രൂപയ്ക്ക് ഈ ഒരു സ്കാൽപ്പ് മസാജർ എന്തുകൊണ്ടും വർത്താണ്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായി ഒരു സ്കാൽപ്പ് മസാജർ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. കാരണം എൻ്റെത് പെട്ടെന്ന് ഡാൻഡ്രഫ് വരുന്ന പോലത്തെ ഒരു സ്കാൽപ്പാണ്. പിന്നെ സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുവഴി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഹെയറിലുള്ള ബിൽഡപ്പ് റിമൂവ് ചെയ്യാനും അതുപോലെ ഡാൻഡ്രഫിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈ ഒരു സ്കാൽപ്പ് മസാജർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ചെയ്തിട്ട് ഇത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ ഈസിലി പെനിട്രേറ്റ് ചെയ്യാനും സ്കാൽപ്പ് മസാജേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സ്കാൽപ്പ് മസാജർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 23 രൂപയ്ക്ക് ഈ ഒരു സ്കാൽപ്പ് മസാജർ വർത്ത് ആണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഐസ് റോളർ ആണ്. കുറച്ചു മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു ഐസ് റോളർ. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ഐസ് റോളർ ട്രൈ ചെയ്യുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സിലിക്കൺ മെറ്റീരിയൽ ആണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഒരു ഷേപ്പില് ഐസ് കിട്ടും. ഇത് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഐസ് ഉണ്ട്, അത് മെൽറ്റ് ആയിട്ടാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിപ്പോ 1 വീക്കിനടുത്തായി യൂസ് ചെയ്യുന്നത്. ഈ ഐസ് റോളറിന്റെ പ്രൈസ് വന്നിട്ട് 17 രൂപയാണ്. 17 രൂപയ്ക്ക് എന്തുകൊണ്ടും ഈ ഒരു ഐസ് റോളർ വർത്ത് ആണ്. ഈ ഒരു ഐസ് റോളർ കിട്ടിയതിന് ശേഷം ഒരു 1 ഡേ ഗ്യാപ്പിൽ ഞാൻ ഈ ഒരു ഐസ് റോളർ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പഫിനെസ് ഒക്കെ മാറാനും ഒരു ഇൻസ്റ്റന്റ് ഫ്രഷ് ഫീല് കൊണ്ടുവരാനും ഈ ഒരു ഐസ് റോളർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഐസ് റോളേഴ്സ് ഡയറക്ട്ലി നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യരുതെന്ന്. ഞാൻ പേഴ്സണലി ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഡയറക്ട്ലി നമ്മൾ ഫേസിൽ വെക്കുമ്പോൾ അത് ഫേസിൽ സ്ക്രാച്ചസ് വരാനൊക്കെ സാധ്യത ഉണ്ടെന്ന്. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവര് കുറെ നമ്മുടെ സ്കിന്നിൽ ഈ ഐസ് റോളർ വെച്ചിട്ട് റബ്ബ് ചെയ്യരുത്. ഭയങ്കരമായിട്ട് റെഡ്നെസ് ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട്. എപ്പോഴും നല്ലത് ഐസ് റോളേഴ്സ് ഇപ്പൊ എന്തെങ്കിലും ഒക്കേഷണലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യണതിലും ഐസ് റോളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ പോസ് ഒരു പരിധി വരെ മിനിമൈസ് ചെയ്ത്, അത് പെർമനന്റ് അല്ല എന്നാലും ഇൻസ്റ്റന്റ്ലി നമ്മുടെ പോസ് ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കാനും ഐസ് റോളേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ഐ മാസ്ക് ആണ്.
ഈ ഒരു ഐ മാസ്കും നമ്മുടെ ഐസിൽ വരുന്ന പഫിനെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഇവിടെ ഈ ഒരു ഗ്രീൻ കളറിൽ എന്തോ ഒരു ലിക്വിഡ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടോ? എന്തോ ഒരു ലിക്വിഡ് ഉണ്ട്. ചിലതില് അലോവേറ ജെല്ലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിൽ എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് നമ്മുടെ ഐസിന് തരുന്നുണ്ട്. ഇതിന്റെ ബാക്കില് ഇങ്ങനെ ഒരു സ്ട്രാപ്പാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പൊ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു റിലീഫ് കിട്ടലുണ്ട്. 19 രൂപയ്ക്ക് എന്തുകൊണ്ടും ഈ ഒരു ഐ മാസ്ക് വർത്ത് ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്വാഷിന്റെയും ജെയ്ഡ് റോളറിന്റെയും ഒരു സെറ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്വാഷിന്റെയും ജെയ്ഡ് റോളറിന്റെയും സെറ്റിന് 68 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതൊരു മാർബിൾ ആണ്. ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഗ്വാഷക്കും ജെയ്ഡ് റോളറിനും മോർ ദാൻ 2000 പ്രൈസ് വരുന്നുണ്ട്. ഇത് ഇപ്പൊ 68 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പൊ ഇത് ഒറിജിനൽ ഗ്വാഷയും ജെയ്ഡ് റോളറും ആവാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ ഞാനത് യൂസ് ചെയ്തു. ഇതാണ് ഗ്വാഷ വരുന്നത്. ഗ്വാഷ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫേസിലെ പഫിനെസ് കുറയ്ക്കാനൊക്കെ ഗ്വാഷ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഓയിലോ മോയ്സ്ചറൈസറോ ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഗ്വാഷ വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരാനും ഒക്കെ ഗ്വാഷ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജെയ്ഡ് റോളർ ആണ്. ഈ ഒരു ജെയ്ഡ് റോളറിന് നല്ല തണുപ്പുണ്ട്. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീൽ നമുക്ക് കിട്ടും. ഈ ഒരു ജെയ്ഡ് റോളറും അതെ, ഇത് വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് നല്ല രീതിയിൽ സ്കിന്നിൽ പെനിട്രേറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ പഫിനെസ് കുറയ്ക്കാനും ഫേസിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനും ഒക്കെ ഗ്വാഷയും ജെയ്ഡ് റോളറും ഒക്കെ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഡിയോഡാപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് എല്ലാം ഇപ്പൊ ഇത്രയും കാണിച്ച എല്ലാ പ്രോഡക്ട്സിനും കൂടെ 150 റേഞ്ച് ആണ്. ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. എനിക്ക് ഡിയോഡാപ്പിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ട് അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഇല്ല. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ അല്ല. സോ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്യുക. എനിക്ക് പേഴ്സണലി ഡിയോഡാപ്പിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഡിയോഡാപ്പിൽ നിന്ന് ഓർഡർ ചെയ്തത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ഷോർട്സും ഒരു റീലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഡിയോഡാപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ വർത്ത് ആയിട്ട് തന്നെയാണ് തോന്നിയത്. നമ്മൾ ചെറിയൊരു എമൗണ്ട് ആണ് കൊടുക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ ഒരു പ്രൊഡക്റ്റിലും ഇങ്ങനെ തീരെ വേർത്തല്ല അല്ലെങ്കിൽ പൈസ പോയി അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. എനിക്ക് എക്സ്ട്രാ വേർത്ത് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിയോഡാപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിയോഡാപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.